നിയമസഭയിൽ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യ നോട്ടീസുകൾ നക്ഷത്ര ചിഹ്നം ഇടാത്ത ചോദ്യങ്ങളായി മാറ്റിയെന്ന ഗുരുതരാരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സ്പീക്കർക്ക് കത്ത് നൽകി. നക്ഷത്ര ചിഹ്നം ഒഴിവാക്കിയത് ADGP RSS കൂടിക്കാഴ്ച, തൃശൂർ പൂരം കലക്കൽ, കാഫിർ സ്ക്രീൻഷോട്ട് തുടങ്ങിയ ഗൗരവമായ വിഷയങ്ങളിലെ ചോദ്യങ്ങളുടേതാണ്. മുഖ്യമന്ത്രി മന്ത്രിമാരും മറുപടി പറയേണ്ടത് നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾക്കാണ്. സലിം മാലിക് തിരുവനന്തപുരത്ത് ചേരും. സലിം മാലിക്, ഏറ്റവും ഗൗരവകരമായ വിഷയങ്ങൾ ഒന്ന് പൂരം കലക്കൽ, ADGP ആരോപണം, സ്വാഭാവികമായും ആഭ്യന്തര വകുപ്പ് മറുപടി പറയേണ്ട ഉത്തരങ്ങൾ, അതായത് മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ഉത്തരങ്ങളാണ് സഭയിൽ മുഖ്യമന്ത്രി മറുപടി പറയാത്ത രീതിയിൽ ചോദ്യചിഹ്നങ്ങൾ, നക്ഷത്ര ചിഹ്നങ്ങൾ ഒഴിവാക്കി വെച്ചിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? സുഹൈൽ, മറ്റന്നാൾ മുതൽ നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കെ സ്വാഭാവികമായും ഒരു പ്രക്ഷുബ്ധമായ സഭാ കാലയളവ് ആണ് കാത്തിരിക്കുന്നത്. അതിൽ അടിയന്തര പ്രമേയമായി വിവിധ വിഷയങ്ങൾ വരുമെന്നുള്ള കാര്യം, അതും സംസ്ഥാനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ വരുമെന്നുള്ള കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. അതിനിടയിലാണ് നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളെ ചൊല്ലിയുള്ള പുതിയ വിവാദം. അത് പ്രതിപക്ഷ നേതാവിന്റെ ആ വെളിപ്പെടുത്തൽ അതൊരു വലിയ പരാതി, ഗുരുതര ആരോപണം തന്നെയാണ്. പ്രതിപക്ഷ അംഗങ്ങൾ നൽകിയ 49 ചോദ്യങ്ങൾ, നക്ഷത്ര ചിഹ്നമിട്ട് നൽകിയ 49 ചോദ്യങ്ങളാണ് നിയമസഭാ സെക്രട്ടേറിയറ്റ് നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളാക്കി മാറ്റിയത് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഈ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളായി നൽകുന്ന ചോദ്യങ്ങളിൽ അത് നക്ഷത്ര ചിഹ്നമിടാതെ മാറ്റുമ്പോൾ അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. അത് എന്തുകൊണ്ട് നക്ഷത്ര ചിഹ്നം ഒഴിവാക്കി എന്നത് വിശദീകരിക്കേണ്ടതുണ്ട്. ഈ ചോദ്യങ്ങളിൽ വിശദീകരിച്ചിരിക്കുന്നത്, പ്രധാനമായും വിശദീകരിക്കുന്നത്, അത് നിയമസഭയിൽ ഉന്നയിക്കേണ്ട പ്രാധാന്യമില്ല, തദ്ദേശ സ്ഥലങ്ങളിൽ മാത്രമുള്ള പ്രാധാന്യം മാത്രമാണ് ഉള്ളത് എന്നുള്ളതും അടിയന്തര വിഷയമല്ല എന്നതൊക്കെയാണ് ഈ നക്ഷത്ര ചിഹ്നം ഇടാതെയാക്കി മാറ്റാനുള്ളതിൻ്റെ ഒരു നിലവിലുള്ള രീതി. അതിനു പകരം സംസ്ഥാനം മൊത്തത്തിലായി ചർച്ച ചെയ്തിരിക്കുന്ന വലിയ വിഷയങ്ങൾ പോലും ഈ നിലയിൽ നക്ഷത്ര ചിഹ്നം ഇടാതെയാക്കി മാറ്റുക, നക്ഷത്ര ചിഹ്നം ഒഴിവാക്കി എന്നുള്ള ഗുരുതര ആരോപണമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നുള്ളത്. സ്വാഭാവികമായും ഈ സഭാ കാലയളവിൽ ഏറ്റവും അധികം സംസാര വിഷയമാകുന്ന ഒരു ചോദ്യം അത് ഈ ADGP RSS കൂടിക്കാഴ്ചയാണ്. സഭയെ തന്നെ പ്രക്ഷുബ്ധമാക്കാൻ കെൽപ്പുള്ള ഒരു വലിയ ചോദ്യം. ആ ചോദ്യത്തിലാണ് നക്ഷത്ര ചിഹ്നം ഇട്ട ആ ചോദ്യം ഒഴിവാക്കിയത്. അത് എന്ത് തദ്ദേശ പ്രാധാന്യം മാത്രമുള്ള വിഷയമാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട വിവാദമാണ്. അതും തദ്ദേശ പ്രാധാന്യം മാത്രമുള്ളതാണ് എന്ന് കാണിച്ചാണ് അതിൻ്റെ ഈ നക്ഷത്ര ചിഹ്നം ഒഴിവാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട തൃശൂർ പൂരം കലക്കൽ എന്ന പ്രധാനപ്പെട്ട ചോദ്യം, അതും സംസ്ഥാനം മൊത്തത്തിൽ ശ്രദ്ധിക്കുന്ന, സംസ്ഥാനം മൊത്തം വിവാദമായ വിഷയമാണ്. അതിലും ഈ നിലയിൽ തന്നെ നക്ഷത്ര ചിഹ്നം ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ 49 ചോദ്യങ്ങളാകെ നക്ഷത്ര ചിഹ്നം ഒഴിവാക്കി എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. ഇത് കാണിച്ച് സ്പീക്കർക്ക് കത്തും നൽകിയിട്ടുണ്ട്. ആ കത്തിൽ തന്നെ ഓരോ ചോദ്യങ്ങൾ അത് ചോദിച്ച MLA-മാരുടേതുൾപ്പെടെയുള്ള പേരുകൾ ഉൾപ്പെടെയാണ് പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്ത് നൽകിയിരിക്കുന്നത്. അത് നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ ആ തീരുമാനത്തിന് സ്പീക്കർ അനുമതി നൽകിയത് എന്തുകൊണ്ട് എന്ന് വ്യക്തമാക്കണം. മാത്രമല്ല, ഈ ചട്ടവിരുദ്ധമായി മുൻ റൂളിങ്ങുകൾക്ക് വിരുദ്ധമായി ഇത്തരത്തിലൊരു തീരുമാനമെടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം എന്നുകൂടി പ്രതിപക്ഷ നേതാവ് ആരോപിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായും ഇത്തരം വലിയ ചോദ്യങ്ങൾ, പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ച ADGP RSS കൂടിക്കാഴ്ചയും ഒപ്പം തൃശൂർ പൂരം കലക്കലും, അതിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എന്തു മറുപടി പറയുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വാഭാവികമായും ആ വിഷയം അടിയന്തര പ്രമേയമായി നിയമസഭയ്ക്ക് മുന്നിലേക്ക് വരുമ്പോൾ അതിന് അനുമതി നിഷേധിക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യത്തിലൂടെ ആ വിഷയത്തിന് മറുപടി പറയിക്കാം, മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും കൊണ്ട് മറുപടി പറയിക്കാം എന്ന് തന്നെ പ്രതിപക്ഷം കരുതുന്നത്. അതിനിടയിലാണ് ആ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെയൊക്കെ നക്ഷത്ര ചിഹ്നം ഒഴിവാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം അതിനെതിരെ നിയമപരമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ആദ്യ പടി എന്നോണമാണ് സ്പീക്കർക്ക് തന്നെ പരാതി നൽകിയിരിക്കുകയും ചെയ്യുന്നത്. സുഹൈൽ, സ്വാഭാവികമായും ചോദ്യങ്ങൾക്ക് നക്ഷത്രചിത്രം വേണോ നക്ഷത്രചിത്രം വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന വിഷയത്തിന്റെ പ്രസക്തി അനുസരിച്ചാണ്. പക്ഷേ സലിം മാലിക്, വിഷയത്തിൽ സ്വാഭാവികമായും ഇപ്പോൾ പ്രധാനപ്പെട്ട് ഉയർത്തുന്ന ചോദ്യങ്ങൾ ഒന്ന് ADGP RSS കൂടിക്കാഴ്ചയാണ്, മറ്റൊന്ന് പൂരം കലക്കലാണ്, കാഫിർ സ്ക്രീൻഷോട്ടാണ്. അതായത് ഈ 3 ചോദ്യങ്ങൾ മാത്രം എടുത്ത് പരിശോധിച്ചാൽ വളരെ ഡയറക്റ്റായിട്ട് ആഭ്യന്തര വകുപ്പിന് നേരെയുള്ള ചോദ്യങ്ങളാണ്. ഈ വിഷയങ്ങളിൽ ചോദ്യങ്ങൾ ഉയരുമ്പോൾ അത് നക്ഷത്രചിഹ്നം ഒഴിവാക്കുമ്പോൾ സ്വാഭാവികമായും സഭ മുഖ്യമന്ത്രിക്ക് ഒരു പ്രതിരോധം തീർക്കുകയല്ലേ? ദിലീപ് കുമാർ ചേർന്നു. ദിലീപ് കുമാർ, അങ്ങനെ കരുതണ്ടേ? മുഖ്യമന്ത്രിക്ക് ചോദ്യചിഹ്നം, നക്ഷത്രചിഹ്നം ഒഴിവാക്കി ഒരു പ്രതിരോധം തീർക്കുകയാണോ? സുഹൈൽ, നിയമസഭയിൽ സാധാരണ 2 തരം ചോദ്യങ്ങളാണുള്ളത്. ഒന്ന് നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളും മറ്റൊന്ന് നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളും. ഇത് നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിയമസഭയിൽ അതുമായി ബന്ധപ്പെട്ട ആ ചോദ്യത്തിന് ബന്ധപ്പെട്ട വകുപ്പിൻ്റെ മന്ത്രിമാർ നൽകേണ്ട നേരിട്ടുള്ള മറുപടിയാണ് നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ. നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങൾ എന്ന് പറയുന്നത് രേഖാമൂലം നൽകേണ്ട മറുപടിയാണ്. അത് മന്ത്രിമാർക്ക് ഈ വിവരങ്ങൾ ശേഖരിച്ച് കൈമാറാം. ഒരുപക്ഷെ അവർക്ക് ഈ ചോദ്യത്തിൻ്റെ മറുപടി എന്ന നിലയിൽ വിവരങ്ങൾ ശേഖരിച്ചു വരുന്നു, അതായത് വിവാദ വിഷയങ്ങളൊക്കെയാണ്, അതുകൊണ്ട് വിവരങ്ങൾ ശേഖരിച്ചു വരുന്നു എന്ന ഒറ്റ വരിയിൽ വേണമെങ്കിൽ ഈ മറുപടി അവസാനിപ്പിക്കാം. അതായത് ഈ രേഖാമൂലം നൽകേണ്ട മറുപടികളെ ആ നിലയിൽ മാറുമ്പോൾ മന്ത്രിമാർ നേരിട്ട് നൽകേണ്ട മറുപടി സംബന്ധിച്ചാണ് ഈ പ്രതിപക്ഷ അംഗങ്ങൾ ഇപ്പോൾ ചോദ്യങ്ങൾ അതിനുള്ള നോട്ടീസ് നൽകിയിരുന്നത്. പക്ഷേ 49 നോട്ടീസുകൾ പ്രതിപക്ഷത്തിൻ്റെ നോട്ടീസുകളാണ്
പ്രതിപക്ഷത്തിൻ്റെ ആരോപണം ചട്ടവിരുദ്ധമായി നിയമസഭാ ചട്ടങ്ങൾ മറികടന്നുകൊണ്ടത് ഈ മന്ത്രിമാർ നേരിട്ട് മറുപടി നൽകേണ്ട ചോദ്യങ്ങളുടെ പട്ടികയിൽ നിന്നും രേഖാമൂലം മറുപടി നൽകേണ്ട പട്ടികയിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്ന കാര്യമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഈ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. വിവാദ വിഷയങ്ങളായിരുന്നു. പ്രത്യേകിച്ച് ADGP RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മാത്യു കുഴൽനാടനും സനീഷ് കുമാർ ജോസഫും CR മഹേഷുമാണ് നോട്ടീസ് നൽകിയിരുന്നത്. തൃശൂർ പൂരം തടസ്സപ്പെട്ട സംഭവത്തിൽ PC വിഷ്ണുനാഥ് അടക്കമുള്ള പ്രതിപക്ഷ MLA മാർ നോട്ടീസ് നൽകിയിരുന്നു. ADGPക്കെതിരായ ആരോപണം സംബന്ധിച്ച് AP അനിൽകുമാറും ഉമാ തോമസുമാണ് നോട്ടീസ് നൽകിയിരുന്നത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരായ ആരോപണത്തിൽ അൻവർ സാദത്തും KK രമയും നോട്ടീസ് നൽകിയിരുന്നതാണ്. തൃശൂർ പൂരം തടസ്സപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് തന്നെ സണ്ണി ജോസഫ്, അൻവർ സാദത്ത് തുടങ്ങിയ MLA മാർ മറ്റൊരു നോട്ടീസും കൂടി നൽകിയിരുന്നു. പോലീസ് സേനയിലെ ക്രിമിനൽ വൽക്കരണം സംബന്ധിച്ച് KPA മജീദ്, മഞ്ഞളാംകുഴി അലി എന്നിവർ നോട്ടീസ് നൽകിയിരുന്നു. തൃശൂർ പൂരം തടസ്സപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഒന്നിലേറെ ചോദ്യങ്ങളാണ് പ്രതിപക്ഷ അംഗങ്ങൾ അവർ നോട്ടീസായി നൽകിയിരുന്നത്. ഇതിലേതൊക്കെ നോട്ടീസുകൾ അത് തിരഞ്ഞെടുക്കുന്നത് സ്പീക്കറാണ്. പക്ഷേ ഇതിന് ചില ചട്ടങ്ങൾ ഉണ്ട്. അത് ലംഘിച്ചുകൊണ്ട് നിയമസഭാ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർ ചട്ടവിരുദ്ധമായി ഈ ചോദ്യങ്ങളുടെ പട്ടിക മാറ്റുകയാണ് ചെയ്തതെന്ന് പ്രതിപക്ഷ നേതാക്കൾ പറയുന്നു. സാധാരണ ഇങ്ങനെ ഈ പട്ടിക മാറ്റുമ്പോൾ അല്ലെങ്കിൽ ഈ നേരിട്ടുള്ള മറുപടി മന്ത്രിമാർ നിയമസഭയിൽ തന്നെ നൽകേണ്ട ആ മറുപടി സംബന്ധിച്ച കാര്യത്തിൽ എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ ഈ നോട്ടീസ് നൽകിയ അംഗങ്ങളോട് അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് ഈ മന്ത്രിമാർ ഇങ്ങനെ നേരിട്ട് സഭയിൽ വിശദീകരണം നൽകണം എന്നാവശ്യപ്പെടുന്നത് എന്നത് സംബന്ധിച്ച് ആരായുമായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ഇത്തവണ ഉണ്ടായിട്ടില്ല. ഈ വിവാദ ചോദ്യങ്ങൾ അപ്പാടെ അതായത് മന്ത്രിമാർ നേരിട്ട് നൽകേണ്ട മറുപടിയിൽ നിന്ന് അത് രേഖാമൂലമുള്ള ചോദ്യങ്ങൾ എന്ന നിലയിലേക്ക് മാറ്റിയിരിക്കുകയാണെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. സുഹൈൽ. ദിലീപ് കുമാർ, ഒരു അടിയന്തര പ്രമേയ സാധ്യത ഈ വിഷയത്തിലൊക്കെ ഉണ്ട്. തലേദിവസം അടിയന്തര പ്രമേയമായി കൊടുക്കാം. എന്നിരുന്നാലും ഇപ്പോൾ ഈ നക്ഷത്ര ചിഹ്നവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധന സഭയെ സംബന്ധിച്ചിടത്തോളം സാധ്യമാണോ? ഈ ചോദ്യങ്ങൾ വീണ്ടും ഒന്ന് പുനഃപരിശോധിച്ച് നക്ഷത്ര ചിഹ്നങ്ങൾ നൽകാനുള്ള സാധ്യത ഈ ഘട്ടത്തിലുണ്ടോ? സുഹൈൽ, ഇക്കാര്യത്തിലെല്ലാം അന്തിമ തീരുമാനമെടുക്കേണ്ടത് സ്പീക്കറാണ്. സ്പീക്കർക്ക് ഈ കാര്യത്തിലൊക്കെ നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനത്തിന്മേലൊക്കെ അതിൽ എന്ത് തരത്തിലുള്ള ഈ ചോദ്യങ്ങൾ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ എന്ന പട്ടികയിലേക്ക് നക്ഷത്ര ചിഹ്നമിടാത്ത അല്ലെങ്കിൽ അൺസ്റ്റാർഡ് ക്വസ്റ്റ്യനിൽ നിന്ന് അത് സ്റ്റാർഡ് ക്വസ്റ്റ്യനിലേക്ക് മാറ്റുന്നതിനൊക്കെയുള്ള അധികാരം നിയമസഭാ സ്പീക്കർക്കുണ്ട്. ആ അധികാരം ഉപയോഗിക്കണമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അടിയന്തര പ്രമേയം അടക്കമുള്ള വിവിധ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന് മുന്നിലുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ സർക്കാരിനെ, ഭരണപക്ഷത്തെ കൂടുതൽ പ്രതിരോധിക്കുന്നതിന് ഈ വിഷയത്തിലുള്ള മറുപടി മന്ത്രിമാരിൽ നിന്ന് നേരിട്ട് തന്നെ ലഭിക്കുന്നതിനുള്ള അവസരമാണ് പ്രതിപക്ഷത്തിന് സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളിലൂടെ ലഭിക്കുക. ആ അവകാശം നിലനിർത്തണം എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഈ കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സുഹൈൽ. ദിലീപ് കുമാറും സലീം മാലിക്കുമാണ് വിശദാംശങ്ങൾ നൽകിയത്. വിവാദങ്ങൾ കത്തി നിൽക്കുന്ന വിഷയങ്ങളിൽ തൽക്കാലം മുഖ്യമന്ത്രി തന്നെ മറുപടി പറയേണ്ട വിഷയങ്ങളിലടക്കം സഭയിൽ മറുപടി പറയാത്ത രീതിയിൽ ചോദ്യങ്ങൾ അൺസ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന വിവാദമാണ് പ്രതിപക്ഷം പുതുതായി ഉയർത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സ്പീക്കർക്ക് പരാതി നൽകിയിരിക്കുകയാണ്. ദിലീപ് കുമാറും സലീം മാലിക്കുമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് വിവരങ്ങൾ നൽകിയത്.